ഇംഗ്ലണ്ടിൻ്റെ വടക്കൻ ദേശങ്ങളിലേക്കും സ്കോട്ട്ലൻഡിലേക്കുമുള്ള ഞങ്ങളുടെ യാത്ര തുടങ്ങിയത് നോട്ടിംഗ്ഹാമിലുള്ള സഹോദരപുത്രനെ സന്ദർശിച്ചതിന് ശേഷമായിരുന്നു. കുറച്ച് ദിവസമായി ചില കൂട്ടുകാരോടൊപ്പം വെയിൽസിലും ഇംഗ്ലണ്ടിൻ്റെ മറ്റു ഭാഗങ്ങളിലും ആയിരുന്ന വിച്ചുവും ഇവിടെ വച്ച് വീണ്ടും ഞങ്ങളോടൊപ്പം ചേർന്നു. ക്രോയ്ഡനിൽ നിന്ന് തന്നെ ഒരു കാർ വാടകയ്ക്കെടുത്തിരുന്നു. പതിവ് പോലെ യൂറോപ്പ് കാറിൽ നിന്നാണ് എടുത്തത്. യൂറോപ്യൻ യാത്രകളിൽ കാറ് വാടകയ്ക്കെടുക്കേണ്ടി വരുമ്പോൾ ഏറ്റവും വിശ്വസ്തമായും പ്രശ്നരഹിതവുമായും തോന്നിയിട്ടുള്ള കമ്പനി യൂറോപ്പ് കാറാണ്. ഇത്തവണ വിച്ചുവിനും ഇൻ്റർനാഷണൽ ലൈസൻസ് ഉള്ളതുകൊണ്ട് യാത്രാ നേരങ്ങളിൽ എനിക്ക് വിശ്രമിക്കാം. വടക്കു പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലുള്ള ലേക്ക് ഡിസ്ട്രിക്റ്റ് എന്നറിയപ്പെടുന്ന പ്രദേശത്തേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര സ്ഥലം കൂടിയാണിവിടം. തടാകങ്ങളാൽ നിറഞ്ഞ ഇവിടം ഇംഗ്ലണ്ടിലെ എന്നല്ല, ലോകത്തിലെ തന്നെ അതീവ മനോഹരമായ ഭൂപ്രദേശങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. പ്രശസ്ത ഇംഗ്ലീഷ് കവിയായ വേർഡ്സ്വർത്ത് ജീവിച്ചിരുന്ന നാടാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം പ്രകൃതി ഉപാസകനും പ്രകൃതി വർണ്ണനയുടെ കവിയുമായത് എന്ന് അതിനാൽ അത്ഭുതപ്പെടേണ്ടതില്ല. വിൻഡർമെയർ എന്ന തടാകത്തിൻ്റെ കരയിലേക്കാണ് ഞങ്ങൾ എത്തിയത്. ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ തടാകമാണ് വിൻഡർമെയർ. ഈ തടാകത്തിലൂടെയുള്ള ഒരു ബോട്ട് യാത്ര ഇവിടെ എത്തുന്ന എല്ലാ സഞ്ചാരികളും ചെയ്യാറുണ്ട്. ഒപ്പം ബോട്ടിൽ കയറി മറുകരയിൽ പോയി അവിടെ ഒരു ചെറിയ തീവണ്ടി യാത്രയും നടത്താം. നോട്ടിംഗ്ഹാമിൽ നിന്നും ഓടി ഇവിടെ എത്തിയപ്പോൾ 3 മണി കഴിഞ്ഞിരുന്നു. 3 മണിക്ക് തീവണ്ടി സർവീസ് നിർത്തുമത്രേ. അതിനാൽ തീവണ്ടിയിൽ കയറാൻ സാധിച്ചില്ല. എങ്കിലും ബോട്ട് യാത്രയ്ക്കുള്ള ടിക്കറ്റ് എടുത്തു. ഞങ്ങൾക്കുള്ള ബോട്ട് വരാൻ കുറച്ചുകൂടി സമയമുണ്ട്. തടാകതീരത്തെ കാഴ്ചകൾ കണ്ട് ഓരോ ഐസ്ക്രീം നുണഞ്ഞ് ഞങ്ങളിരുന്നു. തടാകതീരത്തെത്തിയ ആളുകൾ, തടാകത്തിലൂടെ തലങ്ങും വിലങ്ങും പോകുന്ന ബോട്ടുകൾ, നങ്കൂരമിട്ട് കിടക്കുന്നവയും, തടാകതീരത്ത് കളിക്കുന്ന കുട്ടികൾ, ജലത്തിലും കരയിലും അലസം ചലിക്കുന്ന അരയന്നങ്ങളും വാത്തകളും. 17 വർഷങ്ങൾക്ക് മുമ്പ് ഈ തടാകതീരത്ത് ഞങ്ങൾ വന്നിട്ടുണ്ട്. അന്ന് ഈ കാഴ്ചകൾ കണ്ട് ആശ്ചര്യത്തോടെ നിന്നത് ഓർക്കുന്നു. ഞങ്ങൾ 4 പേരും ഒന്നിച്ചുള്ള ആദ്യത്തെ വിദേശയാത്രയായിരുന്നു അത്. ഈ 17 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ നിരന്തരം സഞ്ചരിച്ചു. അതുകൊണ്ടുകൂടിയാവും ഇവിടെ ഇരിക്കുമ്പോൾ അന്ന് തോന്നിയ ഒരത്ഭുതവും ഉണർച്ചയും ഇന്നില്ല. ഇത്തരം കാഴ്ചകൾ ഇപ്പോൾ കുറച്ചൊക്കെ സുപരിചിതമായി മാറിയിരിക്കുന്നു. എങ്കിലും യാത്ര എന്ന ആവേശം നൽകുന്ന ആഹ്ലാദം എപ്പോഴും അനുഭവവേദ്യമാവുക തന്നെ ചെയ്യും. വിൻഡർമെയർ തടാകത്തിൻ്റെ കരയിൽ ഒരുപാട് ചെറിയ തീരപട്ടണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബൗനസ് ഓൺ വിൻഡർമെയർ എന്ന ഞങ്ങൾ എത്തിയിരിക്കുന്ന ഈ സ്ഥലം. ഇവിടെ നിന്നാണ് ബോട്ട് യാത്രകളും മറ്റും കൂടുതലും തുടങ്ങുന്നത്. 1-2 ദിവസം ഈ ഭാഗത്ത് തങ്ങാനാവുന്നവർക്ക് കുറച്ചുകൂടി തിരക്ക് കുറഞ്ഞ, കുറച്ചുകൂടി ആഴത്തിൽ ഈ പ്രദേശത്തെ അനുഭവിക്കാനാവുന്ന ഇടങ്ങളിൽ താമസിക്കാവുന്നതാണ്. ലേക്ക് ഡിസ്ട്രിക്റ്റ് നാഷണൽ പാർക്ക് എന്നറിയപ്പെടുന്ന ഈ സംരക്ഷിത പ്രദേശത്തുകൂടി ഒരുപാട് ഹൈക്കിംഗ്, ട്രെക്കിംഗ് വഴികളുണ്ട്. അതിലൊക്കെ താല്പര്യമുള്ളവർക്കായിരിക്കും ഈ പ്രദേശം കൂടുതൽ വൈവിധ്യത്തോടെ അനുഭവിക്കാനാവുക. ചെറിയ കുന്നിനിരകൾക്ക് നടുവിലായാണ് തടാകം. ശീതക്കാറ്റ് വീശുന്നുണ്ട്. എങ്കിലും തലയും ചെവിയും മറയ്ക്കാനാവുന്ന ഒരു ജാക്കറ്റ് ധരിച്ചാൽ സുഖമായി ബോട്ടിൻ്റെ ഡെക്കിൽ തന്നെ ഇരുന്ന് കാഴ്ചകൾ കാണാം. വിൻഡർമെയർ നീളത്തിൽ കിടക്കുന്ന ഒരു തടാകമാണ്. ഏതാണ്ട് 20 കിലോമീറ്റർ നീളമുണ്ട് ഇതിന്. ലേക്ക് ഡിസ്ട്രിക്റ്റ് എന്ന ഈ പ്രദേശത്തിന് പേര് വന്നത് വിൻഡർമെയർ തടാകത്തിനാൽ മാത്രമല്ല. ഈ പ്രദേശത്ത് ഏതാണ്ട് 16ഓളം വലിയ തടാകങ്ങളുണ്ട്. അതുകൂടാതെ അനേകം ചെറിയ ജലാശയങ്ങളും. ഇത്തരം ജലാശയങ്ങളും പച്ച നിറഞ്ഞ കുന്നുകളും പുൽമേടുകളും വനപ്രദേശങ്ങളും ഒക്കെ നിറഞ്ഞ മനോഹര ഭൂമിയായി ലേക്ക് ഡിസ്ട്രിക്റ്റ് മാറുന്നു. ബോട്ടിലിരുന്നാൽ നമുക്ക് ലഭിക്കുന്നത് ഒരു സ്ഥൂലക്കാഴ്ച മാത്രമാണ്. കുറച്ചുകൂടി സൂക്ഷ്മമായി ഇവിടുത്തെ പ്രകൃതിയെ അനുഭവിക്കാൻ സാവധാനം ഭൂമിയിലൂടെ നടക്കേണ്ടതുണ്ട്. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് വസന്തം അതിൻ്റെ പൂർണ്ണപ്രഭയിലെത്തുമ്പോൾ കുന്നിലെ പുൽമേടുകൾ വേർഡ്സ്വർത്തിൻ്റെ പ്രശസ്തമായ ഡാഫഡിൽ പുഷ്പങ്ങൾ കൊണ്ട് നിറയുമായിരിക്കും.
ഈ ഭാഗത്തിന് തംബ്നെയിലിൽ ഞാൻ കൊടുത്ത ശീർഷകം തടാകനാട് എന്നാണല്ലോ, ലേക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ തർജിമ എന്ന നിലയ്ക്ക്. പക്ഷേ അത് എൻ്റെ മൊഴിമാറ്റമല്ല. പ്രശസ്ത മലയാളം എഴുത്തുകാരനും യാത്രികനുമായ സക്കറിയയുടെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. അദ്ദേഹം ലേക്ക് ഡിസ്ട്രിക്റ്റിലൂടെ നടത്തിയ യാത്രാവിവരണ പുസ്തകമാണത്. ഞാൻ ആ പേര് ഇവിടെ എടുത്തുപയോഗിച്ചു എന്നേ ഉള്ളൂ. ബോട്ടിൻ്റെ സഞ്ചാരപഥത്തിൽ തടാകത്തിൻ്റെ കരയിലായി ചെറിയ ഗ്രാമങ്ങളൊക്കെ കാണാം. അവിടെയൊക്കെ ബോട്ട് ജെട്ടികളും. അതിൽ ഒന്ന് രണ്ടിടത്ത് ബോട്ട് നിർത്തി കുറച്ചാളുകൾ ഇറങ്ങുകയും കയറുകയും ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തടാകതീരത്ത് പല ഗ്രാമങ്ങളുണ്ട്. അവിടെയും ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കാറുമുണ്ട്. ബോട്ടിൽ നിന്നും ഇറങ്ങി ഞങ്ങൾ തടാകതീരത്തെ റോഡിലൂടെ തന്നെയാണ് പോകുന്നത്. ഞങ്ങളിപ്പോൾ പോകുന്നത് വേർഡ്സ്വർത്തിനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം കാണാനാണ്. ഗ്രാസ്മെയർ എന്ന സ്ഥലത്താണ് അത്. ഗ്രാസ്മെയർ എന്ന പേരിൽ അതിനടുത്തായി ഒരു തടാകവുമുണ്ട്. ഗ്രാസ്മെയർ പഴമ തോന്നിക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. ഗ്രാമത്തിലെ സെയിൻറ്റ് ഓസ്വാൾഡ് പള്ളിയിലെ സെമിത്തേരിയിലാണ് വേർഡ്സ്വർത്തിനെ അടക്കിയിരിക്കുന്നത്. മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും മനോഹരമായ സ്ഥലം എന്നാണ് വേർഡ്സ്വർത്ത് ഗ്രാസ്മെയറിനെ വിശേഷിപ്പിക്കുന്നത്. ഈ ഗ്രാമപ്രദേശത്തിൻ്റെ അപൂർവമായ പ്രകൃതി ഭംഗി വിശേഷിപ്പിക്കാനായി പറഞ്ഞതാണ് അത് എന്ന് കരുതിയാൽ മതി. മനുഷ്യന് കണ്ടെത്താനായ ഏറ്റവും മനോഹരമായ സ്ഥലം എന്ന് വാക്യാർത്ഥത്തിൽ എടുക്കേണ്ടതില്ല. സ്വന്തം നാട് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടതരമായ സ്ഥലമാണല്ലോ. വേർഡ്സ്വർത്ത് ആണെങ്കിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ എക്കാലത്തെയും വലിയ കാൽപ്പനിക കവിയും. ഗ്രാസ്മെയറിന് അടുത്തുള്ള റിഡൽ മൗണ്ട് എന്ന സ്ഥലത്താണ് വേർഡ്സ്വർത്ത് തൻ്റെ ജീവിതത്തിൻ്റെ കൂടുതൽ സമയവും താമസിച്ചത്. മരണവും അവിടെ വെച്ച് തന്നെയായിരുന്നു.
ഗ്രാസ്മെയർ വിടുമ്പോൾ പകൽ അവസാനിക്കാൻ തുടങ്ങിയിരുന്നു. എങ്കിലും അധികം ദൂരത്തല്ലാത്ത മറ്റൊരു സ്ഥലം കൂടി കാണണം എന്ന് കരുതിയിരുന്നു. ഏതാണ്ട് 20 കിലോമീറ്റർ അകലെയാണ് ആ സ്ഥലം. അതിനടുത്തുള്ള കെസ്വിക് എന്ന ചെറിയ പട്ടണത്തിലാണ് ഈ രാത്രി തങ്ങാനുള്ള ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. സ്റ്റോൺഹഞ്ച് എന്ന ചരിത്രാതീതകാല നിർമ്മിതി കാണാൻ പോയത് ഏതാനും ഭാഗത്തിനു മുൻപ് നിങ്ങൾ കണ്ടിരിക്കും. ഏതാണ്ട് അതിൻ്റെ മാതിരിയുള്ള അല്പം കൂടി ചെറിയ കൽത്തൂണുകൾ കൊണ്ടുള്ള വൃത്ത നിർമ്മിതിയാണ് ഇത്. കെസ്വിക് പട്ടണത്തിനടുത്തുള്ള കാസിൽ റിഗ് എന്ന വിജനമായ കുന്നിൻ പ്രദേശത്താണ് ഇതുള്ളത്. വളരെ ഇടുങ്ങിയതും വിജനവുമായ വഴികളിലൂടെയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അന്തിമയങ്ങാൻ തുടങ്ങിയാൽ യുകെയുടെ വിദൂരമായ ഗ്രാമപ്രദേശങ്ങൾ പേടിപ്പെടുത്തും വിധം വിജനവും വിമൂകവുമായി മാറും. കാസിൽ റിഗ് സ്റ്റോൺ സർക്കിൾ എന്നാണ് ഈ കൽത്തൂണുകൾ അറിയപ്പെടുന്നത്. 3000 BC, അതായത് 5000 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതാണ് ഇത് എന്ന് അനുമാനിക്കുന്നു. സ്റ്റോൺ ഹെഞ്ചുകളുടെ കാര്യം പറഞ്ഞതുപോലെ ഇതിൻ്റെയും അക്കാലത്തെ ഉപയുക്തത എന്തായിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാനായിട്ടില്ല. കാസിൽ റിഗിൽ നിന്നും കെസ്വിക്കിലെ ഹോട്ടലിലേക്ക് അന്തിയുറക്കത്തിനായി ഞങ്ങൾ പോയി. നാളെ രാവിലെ ഇംഗ്ലണ്ട് വിടും, സ്കോട്ട്ലൻഡിലേക്ക് കടക്കും. അങ്ങനെയാണ് കരുതിയിരിക്കുന്നത്.